കൂട്ടുകാരെ, ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഫോർമൽ ലെറ്ററിനെ കുറിച്ചാണ്. ഇൻഫോർമൽ ലെറ്റർ മറ്റൊരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഫോർമൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ ലാംഗ്വേജിൽ കുറച്ച് ഫോർമാലിറ്റി നമ്മൾ ഉപയോഗിക്കണം. അതായത് എങ്ങനെ തിരിച്ചറിയുമെന്ന് ചോദിച്ചാൽ, ഇൻഫോർമൽ ലെറ്റർ സാധാരണ സുഹൃത്തുക്കൾക്കും കുടുംബക്കാർക്കൊക്കെ എഴുതുന്ന കത്തുകൾക്കാണ് ഇൻഫോർമൽ ലെറ്റർ എന്ന് പറയുന്നത്. ഫോർമൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ വലിയ ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകൾക്ക് എഴുതുന്ന കത്തുകൾക്കാണ് ഫോർമൽ ലെറ്റർ എന്ന് പറയുക. എക്സാമ്പിൾ പ്രിൻസിപ്പൽ, പഞ്ചായത്ത് പ്രസിഡൻറ്റ്, ഇവർക്കൊക്കെ എഴുതുന്ന കത്തുകൾക്കായിരിക്കും ഫോർമൽ ലെറ്റർ എന്ന് പറയുക. ഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റ് കൃത്യമായി മനസ്സിലാക്കണം. കാരണം +1, +2, SSLC പരീക്ഷകൾക്കൊക്കെ ചോദിക്കുന്ന പ്രധാന ചോദ്യങ്ങളിലൊന്നാണ് ഇത്. അപ്പോൾ അത് എഴുതുന്ന സമയത്ത് ആദ്യം നമ്മൾ നല്ലൊരു ഫ്രഷ് പേജ് എടുക്കുക. എന്നിട്ട് അതിൽ നല്ല വൃത്തിയായിട്ട് കള്ളി വരക്കുക. ഒരു പേജ് കംപ്ലീറ്റ് ആക്കിയിട്ട് എഴുതണം. അതിൽ ഫസ്റ്റ് കൊടുക്കേണ്ടത് അഡ്രസ്സാണ്. അഡ്രസ്സ് കൊടുക്കുമ്പോൾ ആദ്യം ഫ്രം അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. ഫ്രം എന്ന് പറഞ്ഞാൽ ആരാണോ കത്തെഴുതുന്നത് അയാളുടെ അഡ്രസ്സ്. റൈറ്റേഴ്സ് അഡ്രസ്സാണ്, സെൻഡേഴ്സ് അഡ്രസ്സാണ് ഫ്രം അഡ്രസ്സായിട്ട് ആദ്യം കൊടുക്കേണ്ടത്. അഡ്രസ്സിൽ ഹൗസ് നെയിം, വൈ, പ്ലേസ് 3 കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാൽ മതി. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ ഡേറ്റ് കൊടുക്കുക. അതിന് താഴെ ടു അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. നമ്മൾ ആർക്കാണോ കത്തെഴുതുന്നത്, എക്സാമ്പിൾ പ്രിൻസിപ്പൽക്കാണെങ്കിൽ ദ പ്രിൻസിപ്പൽ, അതിന് താഴെ സ്കൂളിൻ്റെ പേര്, അതിന് താഴെ സ്ഥലം. ഈ രൂപത്തിൽ നമുക്ക് അഡ്രസ്സ് എഴുതാം. അപ്പോൾ ആദ്യം ഫ്രം അഡ്രസ്സാണ്, രണ്ടാമത്തത് ഡേറ്റ്, മൂന്നാമത്തത് ടു അഡ്രസ്സാണ്. അതിന് ശേഷം സല്യൂട്ടേഷനാണ്. സല്യൂട്ടേഷൻ റെസ്പെക്റ്റഡ് സാർ ഒരു എക്സാമ്പിളാണ്. അല്ലെങ്കിൽ ഡിയർ സാർ, ഏറ്റവും നല്ലത് റെസ്പെക്റ്റഡ് സാർ എന്ന് കൊടുക്കലാണ്. എന്നിട്ട് കോമ. അതിനുശേഷം സബ്ജക്റ്റ്. സാധാരണ ഫോർമൽ ലെറ്റർ എഴുതുക എന്തെങ്കിലും ഒരു പ്രശ്നം അധികാരികളുടെ അടുത്തെത്തിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ അവർക്ക് ഭയങ്കര തിരക്കുള്ള ആളുകളായതുകൊണ്ട് തന്നെ അവർക്ക് ലെറ്റർ ഫുള്ള് കംപ്ലീറ്റ് വായിക്കാൻ സമയമില്ലാത്തവരാണെങ്കിൽ ഒറ്റയടിക്ക് നോക്കിയിട്ട് വിഷയം വേർതിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സബ്ജക്റ്റ് കൊടുത്തിട്ട് നമ്മൾ എന്ത് വിഷയത്തെക്കുറിച്ചാണോ എഴുതുന്നത് ആ വിഷയം അവിടെ ചുരുക്കി ഷോർട്ടാക്കിയിട്ട് 2 or 3 വേർഡ്സിൽ അത് ഉൾപ്പെടുത്തിയിട്ട് സബ്ജക്റ്റ് നമുക്ക് എഴുതാം. എന്നിട്ട് അതിന് ശേഷം മാറ്ററാണ് എഴുതേണ്ടത്. മാറ്റർ എന്ന് നമുക്ക് 3 ആക്കി തിരിക്കാം. ഇൻട്രൊഡക്ഷൻ, മെയിൻ പാർട്ട് ആൻഡ് കൺക്ലൂഷൻ. ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ആദ്യം സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ. അപ്പോൾ അതിലേക്ക് നോക്കാം. അതിൻ്റെ ഒരു മോഡൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വായിച്ചു നോക്കുക. അയാം എന്ന് കഴിഞ്ഞിട്ട് ആരാണോ കത്തെഴുതുന്നത് അയാളുടെ പേരാണ് എഴുതേണ്ടത്. ഫ്രം, പ്ലേസ്, എഴുതുന്ന ആളുടെ സ്ഥലം. ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു ബ്രിങ് യുവർ അറ്റൻഷൻ ടു ദിസ് ഗ്രേവ് മാറ്റർ. ഞാൻ ഈ കത്തെഴുതുന്നത് നിങ്ങളുടെ ശ്രദ്ധ, ഈ ഒരു ഗൗരവമുള്ള വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആ വിഷയം എന്താണോ എന്നുള്ളത് 2 or 3 or 4 സെൻറ്റൻസുകളാക്കിയിട്ട് ചുരുക്കി എഴുതാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൺക്ലൂഷൻ, ഐ റിക്വസ്റ്റ് ടു യു ടു ടേക്ക് നെസസറി ആക്ഷൻസ് ഇൻ ദിസ് മാറ്റർ. ഈ വിഷയത്തിൽ നിങ്ങൾ കൃത്യമായ നടപടി സ്വീകരിക്കാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ഐ ഹോപ്പ് യു വിൽ കൺസിഡർ മൈ റിക്വസ്റ്റ്. ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ എൻ്റെ റിക്വസ്റ്റ് പരിഗണിക്കുമെന്നുള്ളത്. ഐ വിൽ ബി ഡിലൈറ്റഡ് ഇഫ് യു ആക്ട് അക്കോർഡിംഗ്ലി. യോജിച്ച രൂപത്തിൽ നിങ്ങൾ പ്രതികരിക്കുകയാണെങ്കിൽ ഞാൻ വളരെ സന്തുഷ്ടനായിരിക്കും. ഐ ആർ ലുക്കിംഗ് ഫോർവേഡ് ഫോർ യുവർ കൈൻഡ് റെസ്പോൺസ്. നിങ്ങളുടെ നല്ലൊരു മറുപടിക്ക്, പ്രതികരണത്തിന് വേണ്ടി ഞാൻ കാത്തു നിൽക്കുന്നു. ഇത്രയും നമുക്ക് അതിൻ്റെ കൺക്ലൂഷനിൽ ഉൾപ്പെടുത്താം. എന്നിട്ട് യുവൈസ് ഫൈത്ത്ഫുള്ളി SD നെയിം, എഴുതുന്ന ആളുടെ പേരാണ് ചേർക്കേണ്ടത് താഴെ. ഇത്രയും വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫോർമൽ ലെറ്റർ എഴുതാവുന്നതാണ്. ആദ്യം ഫ്രം അഡ്രസ്, നെക്സ്റ്റ് ഡേറ്റ്, ടു അഡ്രസ്, സല്യൂട്ടേഷൻ,
അതിലൊന്നും മാറ്റില്ല. സബ്ജക്റ്റ് മാത്രം മാറ്റി കൊടുത്താൽ മതി. പിന്നെ ഇൻട്രൊഡക്ഷൻ, അത് കഴിഞ്ഞിട്ട് എന്താണോ മാറ്റർ, ആ മാറ്ററാണ് ചേർക്കേണ്ടത്. നെക്സ്റ്റ് കൺക്ലൂഷൻ, പിന്നെ കോംപ്ലിമെൻ്ററി ക്ലോസിങ്, യുവേഴ്സ് ഫൈസ്ഫുള്ളി എന്ന് ചേർത്താൽ മതി. SD നെയിം. ഈ ഫോർമാറ്റ് മറക്കണ്ട, ഫോർമാറ്റിന് തന്നെ മാർക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ഉപയോഗപ്പെട്ടാൽ പെടുന്നവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട.